നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പം എൻ്റെയൊക്കെ കൊച്ചിലെ ഓർമ്മയുള്ളതാണ്. വാഴയില വെട്ടിയ ശേഷം നമ്മൾ ആ വാഴയില വാട്ടിയ ശേഷം ചോറ് പാകത്തിലിട്ട ശേഷം ലേശം തൈരുമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വയ്ക്കുന്ന ഒന്നാണ് ചമ്മന്തി. അത് പൊതിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് അതൊരു മണി നേരത്തെ തുറക്കുന്ന സമയത്തിന് ഒരു വല്ലാത്തൊരു മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അത് കഴിക്കുന്നത് ഭയങ്കര രുചികരമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് ആ വാഴയില വാട്ടിയതും ആ തൈരിൻ്റെ ആ ചമ്മന്തിയുടെയൊക്കെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഒരുവിധപ്പെട്ട എല്ലാവരും ഒന്ന് കൊണ്ടുവന്നെ. പിന്നെ തോരനും ചിലർ മുട്ടയൊക്കെ പൊരിച്ചാൽ കൊണ്ടുവരായിരിക്കാം. പക്ഷേ ആ ചമ്മന്തിയും ആ തൈരും ആ ഇലയിൽ പൊതിഞ്ഞ ടേസ്റ്റ് നമുക്ക് ആ പഴയകാലം ഒന്ന് ഓർക്കാൻ വേണ്ടി ഇന്ന് പഴയകാലം ഓർക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഇന്ന് ഹെൽത്തി ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഞ്ചിയുടെ ഗുണങ്ങൾ. അതുപോലെ സവാള വളരെ ഗുണമുള്ളതാണ്. സവാള അരിഞ്ഞിട്ട് അതുപോലെ കറിവേപ്പില ഗുണമുള്ളത് തന്നെയാണ്. പിന്നെ ചമ്മന്തി ഒന്നുണ്ടാക്കാം. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇഞ്ചി ഇട്ട ചമ്മന്തി നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. നിങ്ങൾ ആ പഴയ കാലം ഒന്ന് ഓർത്ത് വരിക. കൂട്ടത്തിൽ ചമ്മന്തി വീഡിയോ ഒന്ന് കാണുക. വളരെ എളുപ്പത്തിൽ ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. പുളി, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, തേങ്ങ. ഇനി ഇതിനകത്ത് നമുക്ക് കറക്റ്റിന് ഉപ്പും ആഡ് ചെയ്യണം. ഒപ്പം ലേശം മുളക് പൊടി ആഡ് ചെയ്ത് നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ ചമ്മന്തിയിലെ പഴയകാല ഓർമ്മകൾ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ചമ്മന്തി കൂട്ടി ഇലയിൽ വാട്ടിയ ചോറും ചമ്മന്തിയൊക്കെ കൂട്ടിയൊരു കാലം അങ്ങനെ. പക്ഷെ അന്ന് ഇഞ്ചി ഇടില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇഞ്ചി വളരെ ഹെൽത്തിയാണ്. ഏറ്റവും ഇഞ്ചിയുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. നമുക്ക് ഇഞ്ചി ഇട്ട് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കുമ്പം ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ തന്നെ അരയ്ക്കുന്ന ജാറിലോട്ട് നമ്മൾ ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇടുക. കാരണം അരഞ്ഞ് ചേരണം. അതിന് ശേഷം നമ്മൾ തേങ്ങയും ഉള്ളി ഇച്ചിരി ഉപ്പുമൊക്കെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതേ നമ്മുടെ ഇഞ്ചി ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റ്, നല്ല ഇഞ്ചിയുടെ ഗുണവും മണവും ഒക്കെയുള്ള കറിവേപ്പിലയിലേക്ക് ആ ഒരു ഇതുമെല്ലാം ഞാൻ മുളക് പൊടി കുറച്ചായിട്ടേക്കുന്നത്. അത് കാരണം പലർക്കും പിന്നെ ഇഞ്ചി തന്നെ നമുക്കറിയാമല്ലോ എരിവുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഞ്ഞിയുടെയോ ചോറിൻ്റെയൊക്കെ കഴിക്കാവുന്ന ഇഞ്ചി ചമ്മന്തിയാണ്. നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചമ്മന്തിയെ കൊണ്ടുവന്നത്. പക്ഷേ അന്ന് ഇഞ്ചി ഇടില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഹെൽത്തിന് വേണ്ടി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചിയുടെ ഗുണങ്ങൾ അനവധിയാണ്, പറയേണ്ട കാര്യമില്ല. പിന്നെ സവാള, അതുതന്നെ കറിവേപ്പില, ഇതെല്ലാം ഗുണങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഉച്ചയ്ക്ക് വേഗത്തിൽ ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ.